ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം വെളുപ്പിനെ 4:15 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര കാലിഫോർണിയയിലെ ട്രേസി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. രാവിലെ തന്നെ നമുക്ക് തന്നെ ഇച്ചിരി കാപ്പി ഉണ്ടാകാം. എന്നാടാ ഏക്കറേ? യാ ഷോ. പിങ്കിമോൻ രാവിലെ എണീറ്റു. നമ്മളെ ഒച്ച കേട്ടിട്ടാണോ ദാഹിച്ചിട്ടാണോ എന്നറിയത്തില്ല. ഇച്ചിരി മിൽക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നമുക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി കാപ്പി ഉണ്ടാക്കിയേക്കാം. ഇവിടെയൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മിൽക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കൺസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറയാം. ചക്കരേ എങ്ങനെയാ? ദാഹിച്ചിട്ട് എണീറ്റാണോ പപ്പയുടെ ഒച്ച കേട്ട് എണീറ്റാണോ? ഓ ഗാഡ്. ഓക്കെ, എന്നാൽ ചക്കര ഉറങ്ങിക്കോ കേട്ടോ. See you later. Bye. പാപ്പയ്ക്ക് അല്ല, മമ്മി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. രാവിലെ 2 മുട്ട അങ്ങ് കഴിച്ചിട്ടങ്ങ് പോവാം. അതാകുമ്പോൾ പെട്ടെന്ന് പണി അങ്ങ് തീരുവേ. ഇന്ന് നമ്മുടെ ഗാർബേജ് ഡേ ആണ്. അപ്പം അവരുടെ ഗാർബേജ് വണ്ടി വരും നമ്മുടെ വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ഫുഡ് വേസ്റ്റും ജനറൽ വേസ്റ്റും നമുക്കെടുത്ത് വെച്ചിട്ട് പോകാം. ആഴ്ചയിലൊന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഗാർബേജ് വണ്ടി ഗാർബേജ് കളക്ട് ചെയ്യാൻ വരുന്നത്. അപ്പം അതിനുള്ള വലിയ ബിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പം അത് പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ എന്തായാലും സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. ഇനി ഇവിടെ നിന്ന് നമുക്ക് സമയം കളയണ്ട, നമുക്ക് യാർഡിലേക്ക് പോയേക്കാം. എൻ്റെ അമ്മേ, നമ്മളെ യാടെത്തുമ്പോഴത്തേക്കും ദേവസ്യാച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അയ്യോ ശരിയാണല്ലോ, എയർ ലോസ് ഉണ്ടല്ലോ അല്ലേ? നീ ഇത് കാറ്റ് നിറയണാണോ? സാറിന് ഒരു 10 മിനിറ്റ് എടുക്കൂല്ലേ ഇതിന്റെ ബാക്ക്? ആ എന്നാന്നറിയോ, സാറ് നല്ല പുത്തൻ ഷർട്ടൊക്കെ ഇട്ടോ വന്നേക്കണേ. അപ്പോ ആണോ? ചെറിയ ലോസ് ഉണ്ട്. ആ എവിടെ? ഈ ഇതിന്റെ കിട്ടിയാലോ ഓട്ടോയ്ക്കകത്ത് വരുന്ന അകത്തുനിന്നുള്ള ഈ പഴയ ട്രെയിലർ ആകുമ്പോ മറ്റേ ഇതില്ലേ എയർ ബാഗില്ലേ, ഓക്കെ, അതിന്റെ ഒരുപാട് കുറയുന്നുണ്ടോ നോക്കിയാ. അപ്പോഴത്തേക്കും വരുമ്പോൾ രാവിലെ തന്നെ ചെറിയൊരു എയർ ലോസ് ഉണ്ട്. എന്തായാലും കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് നോക്കാമെന്നാണ് ദേവസ്യാച്ചൻ്റെ വിദഗ്ധാഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ വണ്ടിയിലേക്ക് കയറിയേക്കാം. നമ്മൾ രണ്ടുപേരും അൻപിനാണ് തോന്നുന്നു. ആരുടെ കൂടെ ആ ഒരു ഫാക്ടറി സെറ്റപ്പ് അങ്ങാണ്ട. ഫാക്ടറി സെറ്റപ്പോ? അന്ന് അവിടെ ചെന്നപ്പോൾ ഇച്ചിരി കൺസ്ട്രക്ഷനും ആ ഒരു ഫാക്ടറിയുടെ പോലത്തെ കണ്ടിട്ടത് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ കൊണ്ടുപോകുന്ന സാധനം തന്നെ ഒരു ഔട്ട്ഡോർ സീലൻ്റ് എന്നോ സീൽ പ്രൊഡക്റ്റാ. സീലിങ്ങിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാ അല്ലേ? ഇവിടെ അവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവധി തന്നെ കാറാൻ ഇച്ചിരി പണിയായിരുന്നു. ആണോ? കാറിന്റെ അടിയിലോട്ട് ചെല്ലും തോറും പണികൾ കൂടി വരുന്നുണ്ട്.
അടിയിലേക്ക് എന്തായാലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് പറഞ്ഞു പോരും. ഒരു സമയത്ത് ഒന്ന് നന്നായിട്ട് കഴുകിയ തുരുമ്പൊക്കെ അങ്ങ് തൂത്ത് തുടച്ച് കളഞ്ഞിട്ട് വണ്ടി കഴുകരുത്, അങ്ങ് പെയിന്റ് അടിച്ചേക്കാന്ന് വിചാരിച്ചേ. തുരുമ്പ് തുടക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങ് പോരുക, തുടക്കം തോറുന്നത് ഊരി പോരുക. കിടിലേ നാളെ രാവിലെ ലിപ്സ്റ്റിക്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് കിടക്കാനുള്ള ഒരു പരിപാടി നോക്കട്ടെ. ബോർഡറിൽ ചെല്ലുമ്പോൾ കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാറേ എണ്ണീറ്റത് മുഖമൊക്കെ കഴിയും. സമയമില്ലല്ലേ? അതൊന്ന് വെച്ചേക്കാം. നമ്മൾ 6 മണിയാകുമ്പോഴത്തേക്കും യാടിയിൽ നിന്ന് വണ്ടി എടുത്തല്ലോ. അപ്പോൾ നമ്മുടെ ദേവസ്യാച്ചൻ്റെ ഡ്രൈവിംഗ് ടൈം തീർന്നു. ഇനി ബ്രേക്ക് ഇട്ടിട്ടേ ദേവസ്യാച്ചന് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സമയം 2 മണിയായി. ഇനി ബ്രേക്ക് ഇട്ടിട്ട് വീണ്ടും ഓടി വീണ്ടും ഷിഫ്റ്റ് മാറാൻ നിർത്താനുള്ള സമയം നമ്മുടെ സമയം പോവുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് കൊണ്ടുവന്ന ലഞ്ച് പെട്ടെന്നൊന്ന് കഴിച്ച് ഷിഫ്റ്റ് മാറിയേക്കാം. ഓട്ടോ ഒക്കെ പൊതുവൊക്കെ അല്ലായിരുന്നോ സാറേ? കുഴപ്പമില്ല. സ്ഥിരം റോഡ്, സ്ഥിരം കാലാവസ്ഥ. അതെ. മറ്റേ ആ ലീക്ക് എന്നാ അറിയോ? അത് മറ്റേ എയർ ബാഗിലുള്ള ചെറിയ പൊടി ലീക്കാ. എയർ ബാഗ് നമ്മളിന്ന് പണ്ട് ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ മടക്കിന്റെ അവിടെ ആയിട്ട് അത് വെച്ചാൽ ഇങ്ങനെ പൊത്തു പോലെ കാണിയല്ല, പക്ഷെ ആ ഒരു സ്മൂത്ത്നെസ് മാറിയിട്ട് ഇച്ചിരി ഷാർപ്നെസ് പോലെ വരില്ല. അപ്പൊ നിറഞ്ഞിരിക്കുമ്പോ ലീക്കില്ല. അല്ല, ഇന്നാളെ ആ സംഭവം നിറഞ്ഞു പൊങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ലീക്കില്ലാണ്ട് എയർ ഡ്രോപ്പ് ആവുമ്പോ ചുളിവിലേക്ക് വരുമ്പോളേ ചൂടാല്ലേ? നന്നായിട്ട് ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങിയെന്ന്. ഈ ട്രക്കിലിരുന്ന് രാവിലെ വരെ എഡിറ്റ് ചെയ്യുന്നുണ്ടേ. രാവിലെ രാത്രി ഉറങ്ങാൻ പറ്റില്ല. സ്കേറ്റിംഗ് ബോർഡ് പോലത്തെ എന്താ പിള്ളേർ കളിക്കുന്ന നോക്കിയപ്പോൾ അത് വേറെ, അത് ഭയങ്കര ലാഭം സംഭവം. പാക്കറ്റൊക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന അതിൻ്റെ ബോർഡ് സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് ആട്ടപാടി. അത് ഭയങ്കര വിലക്കുറവ്. നമ്മൾ ഫോണിൽ നോക്കിയപ്പോൾ പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ബാഗിനാ. അതിന്റെ ബാഗ് ആ സാധനം. അപ്പം പിക്ചർ കാണിച്ചേക്കുന്ന ബോക്സിന്റെ പിക്ചറിന്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് കുനൂനാന്നുള്ളത് വായിച്ചില്ല എന്നുള്ളത് സത്യം. അവര് നോക്കി കഴിയുമ്പോ ഇൻക്ലൂഡഡ് എന്നും പറഞ്ഞുകൊണ്ട് തീരെ ചെറിയ എവിടെയെങ്കിലും എഴുതിട്ട് കാണുമല്ലോ. നമ്മൾ നോക്കുമ്പം അതിന്റെ പടം കുനുവിനാന്ന് എഴുതിയിട്ടുണ്ടാവും. പ്രോഡക്ട്സ് ഡിസ്പ്ലേഡ് ആർ നോട്ട് ഇൻസൈഡ് എന്ന് ബാഗ് മേടിച്ച് വീട്ടിൽ പോയോ? മേടിച്ചെന്നേ, വീട്ടിൽ പോയിട്ടല്ലേ നോക്കിയേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് തപ്പുക ബാഗിന്റെ അകത്ത്, മറ്റേ സാധനം കാണുന്നില്ലല്ലോ. എന്നിട്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ കവറയിലൊക്കെ നോക്കിയപ്പോ അങ്ങ് മൂലയില് പറഞ്ഞ പോലെ ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. സ്കേറ്റിംഗ് ബോർഡൊന്നും ഇല്ല. അതിന്റെ ബാഗ്, അതിന്റെ ഇടാനുള്ള ബാഗ് തിരിച്ചു കൊടുത്തോ? അതന്നെ തിരിച്ചു കൊടുത്തു. അതിപ്പോ ഞാൻ പറയുന്നത് ഇവിടെ ഒരു സാധനം വിശ്വസിച്ച് മേടിക്കാൻ പറ്റില്ല. അതുപോലെ ചില വണ്ടിയുടെ സാധനമൊക്കെ ഇങ്ങനെ, അതായത് ഏതറിയോ,
ഈ സാധനമായിരിക്കും ഇത് അവൻ വിൽക്കാൻ വെച്ചേക്കുന്നത്. പക്ഷെ കാണിക്കുമ്പോ അവൻ കാണിക്കുന്നത് ഇതും ഇതിന്റെ കമ്പിയും ഇതും. അല്ല ഞാൻ പറഞ്ഞു വെച്ചാലേ ചില സമയങ്ങളിൽ ഈ നടുക്കത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും അല്ല ഈ ഒരു കുനിപ്പ് മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ അവന്റെ ഡിസ്പ്ലേ ഉള്ള കാറുകൾ കാണിക്കും ഇത് മുഴുവൻ കാണിച്ച്. അപ്പൊ നമ്മൾ ഓർക്കുന്നത് ഇതെല്ലാം ഇങ്ങ് പോരാനുള്ള അതിന്റെ ശരിക്കും ജപ്പാനിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഈ ഫുഡിലും ഉണ്ട്. ഫുഡില് കറക്റ്റ് ആ പാക്കറ്റ് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന അതേ സൈസ് വേണം അതിന്റെ അകത്ത് ഉണ്ടാവാൻ, അളവ് എല്ലാം ആ സൈസ് അല്ലാന്നുണ്ടെങ്കിൽ. അതുപോലെ എനിക്കൊന്ന് ഈ പിള്ളേരുടെ കേസിൽ കുറച്ചുകൂടെ അവിടെ ഇതുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഫ്ലേവർ, അതായത് പിള്ളേരുടെ ഇതിലൊക്കെ ഫുഡ് ഉണ്ടല്ലോ, അതിലെന്നും ഈ പറഞ്ഞ എക്സ്ട്രാ ഇങ്ങനെ നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലത്തെ എക്സ്ട്രാ മറ്റേ ആരോഗ്യം കിട്ടും, മറ്റേത് കിട്ടും, അങ്ങനത്തെ പരിപാടികളൊന്നും അതായത് കറക്റ്റ് കാര്യങ്ങളെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അപ്പം ആൾക്കാർ പറ്റിക്കപ്പെടില്ല, പടം കണ്ട് മേടിച്ചോണ്ട് പോകാം ധൈര്യമായിട്ട്. ജപ്പാനിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള അതൊരു പുതിയ അറിവ് കേട്ടോ. ജപ്പാനിൽ ഒരുപാട് വ്യത്യാസമായിട്ടേ നമ്മളെ നവസേജൻ പറയായിരുന്നു പിള്ളേർക്ക് ഫാസ്റ്റ്, അതായത് നമ്മള് രാവിലെയൊക്കെ സീരിയൽസും പാലിനകത്തൊക്കെ ഇട്ട് കൊടുത്ത് പരിപാടി തട്ടിപ്പ് പരിപാടിയുണ്ട്, അത് പറ്റിയാൽ. അതുപോലെ സ്കൂളിൽ കൊടുത്തുവിടുന്ന ഇതെന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത ഫുഡ് ആയിരിക്കണമെന്ന് പിള്ളേർക്ക്. അതായത് മിക്കവാറും എനിക്ക് റൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇതുണ്ട്, അത് കുക്ക് ചെയ്ത് തന്നെ കൊടുക്കണം. നമ്മളിപ്പോ ചോറ് കൊടുക്കുന്നു, പിള്ളേരുടെ ഹെൽത്തിന് അതിന് മാത്രം ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്ത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. തട്ടിക്കൂട്ട് സെറ്റപ്പ് പിള്ളേരുടെ ഹെൽത്ത് നമുക്ക് കണ്ണടച്ച് വിടാൻ പറ്റില്ല. അതായത് അവര് അടുത്ത ജനറേഷൻ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതില്ല, കാരണം അടുത്ത ജനറേഷൻ മറ്റേ ഫാർമസ്യൂട്ടിക്കൽ വളരാൻ വേണ്ടിയല്ല ഇവിടെ നോക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ വേണം. അല്ല ഞാൻ പറഞ്ഞ പണ്ടെന്നല്ല, ഞാനൊക്കെ വന്ന സമയങ്ങളിൽ ഈ നമ്മൾ വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ PR ഒക്കെ ആയിട്ട് വന്നു. നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സാധാരണക്കാരുടെ കൂടെ വർക്ക് ചെയ്തു, ഫാക്ടറികളിൽ വർക്ക് ചെയ്യും, പിന്നെ ട്രക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഫാമിൽ കൂടെ പോവും. അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ, അതായത് പറഞ്ഞാൽ ടോപ്പ് ലെവലിലല്ല, സാധാരണ ആൾക്കാരുടെ ഇടയിൽ കൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. അതെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയാണല്ലോ, നന്നായിട്ട് പഠിച്ച് വലിയ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് ടോപ്പിൽ വരുമ്പോഴേ ജോലിയിലേക്ക് കയറുന്നു. അവർ നമ്മളീ പോകുന്ന പല സാധാ ഗ്രോസറി കടയിൽ പോലും അവർ പോയല്ല, അവരും അതായത് സമൂഹത്തിലെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ, അതായത് മിഡിൽ ക്ലാസ്സും അതിന്റെ താഴെ ആയിട്ടും അല്ല അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ തരത്തിൽ തന്നെ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി, അവര് പഠിച്ചുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ അവര് സിഇഒമാരായിട്ട് ജോലി ചെയ്യുന്ന നല്ല ഹൈ ഇൻകം ഉള്ളത് കൊണ്ട് അവർ ആ ഒരു അപ്പൊ അവര് ചിന്തിക്കുന്നു പറയുമ്പോൾ ഇവിടുത്തെ ഫുഡ് പ്രൊഡക്ഷൻ, അപ്പൊ ഫുഡാണേലും ഭയങ്കര ഇതിൽ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയല്ലേ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചന്തയിലിട്ട് റോട്ടിലിട്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര എല്ലാം ഭയങ്കര ഇതായിട്ടും, പിന്നെ ഇതിന്റെ സൈസ് എല്ലാം നല്ല എന്താ പറയാ, കാഴ്ചയിൽ തന്നെ ഒരു പൊലിമയുണ്ടല്ലോ ഈ സാധനങ്ങൾക്കെല്ലാം. അപ്പൊ അവര് പറയുന്നത് ഇതൊരു ഭയങ്കര സ്റ്റാൻഡേർഡിൽ ഇത് പറയാം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന്റെ ഡീപ്പായിട്ട് നമ്മൾ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഒരു നമുക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ടോപ്പ് ലെവലാണ്, നമ്മുടെ നാട്ടിലേക്ക് എന്നാ പന്നെന്നുള്ള രീതിയിലാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ നമ്മളും അങ്ങനെയാണല്ലോ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ആദ്യം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയി കഴിയുമ്പോഴാണല്ലോ ഈ തോട്ടങ്ങളടിക്കുന്ന മരുന്നിനെ കുറിച്ചാണല്ലോ ആദ്യം വരുന്നത്. ഏതാ വിഷം, നമ്മുടെ നാട്ടിലെ പച്ചക്കറികളെല്ലാം വിഷമാന്ന് പറയുന്നത്. അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് ആ സെയിം വിഷം തന്നെയാണ് ഇവിടെ അടിക്കുന്നത്. അപ്പൊ അതിന് ഇച്ചിരി അവരവരുടെ പെർസെന്റേജും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്, അങ്ങനത്തെ സംഭവം. അതെ, അളവില് വ്യത്യാസം. നാട്ടില് ബക്കറ്റ് കലക്കി മുക്കുന്നു, സ്പ്രേ ചെയ്യുന്നു. അപ്പം നാട്ടിൽ നമ്മൾ സാധാരണ ലോക്കലുള്ള നമ്മുടെ സാധനത്തിനും ഈ പറഞ്ഞ വലിപ്പക്കുറവ് വരും. പിന്നെ ഇവിടെ ജനിതകമായിട്ട് ഇവര് പ്രൊഡക്ടിവിറ്റിയും ലാഭമാണല്ലോ അവരുടെ ലക്ഷ്യം. അപ്പം ഈ സാധനങ്ങളെല്ലാം കഴിക്കുന്നതിലും ഇവിടുത്തെ ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഹെൽത്ത് പ്രോബ്ലംസാണ് വരുന്നത്. നാട്ടിലിപ്പോൾ ആ പറമ്പിൽ കിടക്കുന്ന 2 പേരൊക്കെ എടുത്ത് കഴിച്ചാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും ഇല്ല. ഇപ്പൊ പല പാമ്പോ വഴുതാരൊക്കെ കടിക്കാത്തതാണെന്ന് നോക്കിയാൽ. പക്ഷേ ഇത് അറിയാവുന്നവനെ അറിയാവുള്ളൂ. നമ്മൾ ഈ ഫാമിലും ഫാക്ടറിയിലും വേർഹൗസിലൊക്കെ പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടുകളിൽ ഈ ബെറീസ് ഒന്നും അങ്ങനെ കച്ചവടത്തിന് വെക്കാറില്ല, കാരണം പെട്ടെന്ന് ചീത്തയാവുന്നതുകൊണ്ടാണല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുമായിരിക്കും ഫ്രീസറിലൊക്കെ വെച്ചിട്ട്. സാധാ കടകളിൽ അങ്ങനെ ഇല്ലല്ലോ, മുന്തിരിയൊക്കെ പോലെ ഉള്ളൂ. പക്ഷെ നമ്മളിവിടുത്തെ കാലിഫോർണിയയിലൊക്കെ വെയർ ഹൗസുകളിൽ പോയി കഴിയുമ്പം വലിയ വെയർ ഹൗസുകളിൽ സ്ട്രോബെറി തന്നെയാണ്, സ്ട്രോബെറീസും ബെറീസും മറ്റേ ബ്ലൂബെറീസ് എല്ലാം. അത് നമ്മൾ അവിടെ പറിച്ചു വന്ന് അവിടെ പാക്ക് ചെയ്ത് എങ്ങനെയായാലും ഒരു 5 days കൊണ്ടേ അത് ഷോപ്പിൽ വരുള്ളൂ. 5 days കൊണ്ടേ വരുള്ളൂ. പക്ഷെ അത് അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനം ഇവിടുത്തെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞു വെച്ചാൽ, ഞാൻ പണ്ട് ഈ വെയർ ഹൗസിന്റെ അകത്ത് പോയി നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ മെക്സിക്കൻസിന്റെ ഒരു ഇതാണ്. അപ്പോൾ അവന്മാർ വലിയ കമ്പനിയാണ്, കുഴപ്പമില്ല. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ
ഈ വെയർ ഹൗസിന്റെ സൈഡും വഴി ഇങ്ങനെ സ്പ്രെയർ പോലെ അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ടൈമറിൽ സ്പ്രേ ചെയ്യുന്ന സംഭവം. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു ഇത് മണം വരാതിരിക്കാനാണോ, അങ്ങനെ നമ്മൾ ഓർക്കുമല്ലോ സ്പ്രേ ചെയ്യുന്നത്. അന്നേരം അവിടെ ഒരു മെക്സിക്കൻസ് പറഞ്ഞു, അതും പറഞ്ഞു തിന്നാൻ പറഞ്ഞു ഡോണ്ട് യു ഈറ്റുന്നു. അപ്പം നമ്മൾ ചോദിച്ചത് ഫ്രീ ആയിട്ട് വല്ലതും കിട്ടുമെന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ ചിലപ്പോൾ 2 വൈകിട്ട്. നോ 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 പിള്ളേർക്ക് കൊടുക്കരുതെന്ന് അവൻ പറയുന്നത്. ഏതാ അവിടെ പണിയെടുക്കുന്നവനാ. അപ്പം നമ്മൾ അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് അത് അടിച്ച് ഇതിൻ്റെ മുകളിലൊരു ലെയർ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ സ്ട്രോബെറിയുടെ എല്ലാം മുകളിലൊരു ലെയർ വരും. ആ ലെയർ വന്നു കഴിഞ്ഞാൽ ഈച്ച പോലും ഒത്ത പിടിക്കില്ല. എന്നാലേ ഇത് സോഫ്റ്റ് സാധനമല്ലേ, പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ. അത് പണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഒരു മലയാളി ഒരു ട്രക്ക് ഓടിക്കുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ഇവിടുത്തെ മുന്തിരിയൊക്കെ മേടിച്ചിട്ട് സോപ്പിട്ട് കഴുകുക. സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒക്കെ ഇട്ട് കഴുകിയിട്ട് ഫുള്ളി ഫ്രിഡ്ജ് കയറ്റി വിടും. കാരണം പുള്ളി പറഞ്ഞു വെച്ചാൽ നമ്മൾ സാധനം ഞാൻ മറ്റേ ക്യാരറ്റ് പിക്ക് ചെയ്യാൻ പോയപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാരറ്റ് എല്ലാം കഴുകി അവസാന പാക്കിങ്ങിന് മുമ്പ് ഇവരൊരു സൊല്യൂഷന്റെ ഒരു ചെറിയ തോട് പോലെ ഇങ്ങനെ ഒഴുകുക ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ, അതിന്റെ അതേ കൂടെ ഇത് പോയിട്ട് ആ ഒരു കോട്ടയോട് കൂടിയാണ്. അപ്പൊ ആ കോട്ട വരുമ്പോൾ ഇതിന്റെ എല്ലാത്തിനും ഒരേ കളറും ഒരേ പാറ്റേണും, പിന്നെ അതിന്റെ ഷെൽഫ് ലൈഫും കീപ്പ് ചെയ്ത് ആ കോട്ടാണ് പാക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവര് പറയുന്നത് വെച്ചാല് ഡയറക്റ്റ് ഈറ്റ് എന്നാ പറയുന്നത്. ഏതാ അപ്പോൾ അത് വരുന്നത് വെച്ചാൽ ആ കെമിക്കൽ അത് വെച്ചാൽ നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇതെല്ലാം സാധനം വാങ്ങിക്കണ്ടേ, റെഗുലറായിട്ട് വാങ്ങിക്കാതെ നമുക്ക് നിവർത്തിയില്ലല്ലോ. അതിന്റെ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഈ ഹെൽത്തിന്റെ ബോഡി ബിൽഡിങ്ങും മറ്റേ കാലറി ഫിറ്റ്നസ് കോച്ചുകളുണ്ടല്ലോ, അവര് പറഞ്ഞിട്ടുണ്ട് അവര് UK-ലും യൂറോപ്പിലും കഴിക്കുന്ന അതേ ഫുഡ് അവര് ഇടയ്ക്ക് വിസിറ്റിന് വരുമ്പോൾ കാനഡയിൽ നിന്ന് വേറെ ഒരു മാറ്റമില്ലാതെ ആ സെയിം ഫുഡ് അമേരിക്കയിൽ നിന്ന് വന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വിച്ച് മീൻസ് ഇത് ജനറ്റിക്കലി സംഭവം കഴിക്കുന്നത് സെയിം സാധനമാണെങ്കിലും ഇതിന്റെ അകത്തെ സാധനങ്ങൾ റോങ് ആണ്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ടെ, ഇപ്രാവശ്യം ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് നോർവേയുടെ ടീം അമേരിക്കൻ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി അവര് ഫുഡ് ഉൾപ്പെടെ എല്ലാം നോർവേയിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് കഴിച്ചിട്ടാണ് അവര്. സമയം വൈകുന്നേരം 4:30 ആയി കേട്ടോ. നമ്മൾ ഇലിനോയിലെ ഗ്യാരി എന്നൊക്കെ പറയുന്ന സ്ഥലത്തിനോട് അടുക്കുന്നു. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണ് ഈ ഗ്യാരിയൊക്കെ. എങ്ങനെയാലും ഗ്യാരി ഒന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്ര സ്മൂത്തായി. നമ്മളിപ്പോഴും ഇലിനോയിലെ ആ ഒരു തിരക്കുള്ള ഏരിയ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 5:30 ആയി കേട്ടോ. ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ സോൺ ഉണ്ട് ഇലിനോയിൽ. ഇവിടെ എല്ലാം പയ്യെ പോകുള്ളൂ. തന്നെയല്ല വൈകുന്നേരം സമയമായതുകൊണ്ട് ജോലിക്ക് പോകുന്നവരുടെയും വരുന്നവരുടെയൊക്കെ തിരക്ക് അങ്ങനെ എല്ലാം കൂടെ. ഈ വർക്കിംഗ് ഡേയ്സിലെ രാവിലെ സമയവും വൈകുന്നേര സമയവും നല്ല തിരക്കുള്ള സമയമായിരിക്കുമല്ലോ. അതായത് ജോലിക്ക് പോകുന്നവരെല്ലാം പോകുന്നതും സ്കൂളിൽ പോകുന്നവരെല്ലാം പോകുന്നതും അവരുടെ ജോലി സ്ഥലത്തേക്കും വീട്ടിലേക്കും ഒക്കെ ആയിട്ടുള്ള യാത്രകൾക്കായിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു സമയമാണല്ലോ രാവിലത്തെ ഒരു പ്രത്യേക സമയം, വൈകുന്നേരത്തെ ഒരു പ്രത്യേക സമയം. അപ്പോൾ ഈ ഒരു സമയത്തിന് എപ്പോഴും പീക്ക് അവർ ട്രാഫിക് എന്നാണ് പറയുന്നത്. പീക്ക് അവർ ട്രാഫിക്, ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഒരു സമയം. നേരത്തെ നമ്മൾ ഇതുപോലെ തിരക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പീക്ക് അവർ ട്രാഫിക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിലർ ചോദിച്ചായിരുന്നു ഈ പീക്ക് അവർ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളീ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം, കൂടാതെ വൈകുന്നേരം ഒരു 3 മണി തൊട്ട് 7 മണി വരെയുള്ള സമയം. ഇതാണ് മെയിൻലി പീക്ക് അവർ ട്രാഫിക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ട്രക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെങ്കിലും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നേരത്തെ എപ്പോഴും നമ്മുടെ മൊത്തത്തിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ അകത്ത് ഇതുപോലത്തെ നല്ല സിറ്റികളിലായിരിക്കും പീക്ക് അവർ ട്രാഫിക്കായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റികളെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പീക്ക് അവറിനെ അവോയ്ഡ് ചെയ്ത് അല്ലാത്ത സമയത്ത് ട്രാവൽ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുടുംബങ്ങളൊക്കെ ആണെങ്കിലും വല്ല വെക്കേഷനോ വീക്കെൻഡിലൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാൻ നേരത്തെ മാക്സിമം ഈ പീക്ക് അവർ ട്രാഫിക് അവോയ്ഡ് ചെയ്ത് ഉച്ച സമയത്തൊക്കെ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ നൈറ്റിൽ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ട്രാവൽ ചെയ്യുന്നതിന് ഒരു ഇത് പറയുമോ. അപ്പോൾ അങ്ങനെ ട്രാവൽ പ്ലാനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പീക്ക് അവർ ട്രാഫിക്.
എവിടെയെങ്കിലും എടുക്കാം, സമയമുണ്ട്. അപ്പം എവിടെയെങ്കിലും നിർത്തിയിട്ട് ബ്രോ ലൊക്കേഷൻ അയച്ചാൽ മതി, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞോണ്ട്. ആയിക്കോട്ടെ. നമ്മളിപ്പോൾ അയോവയ്ക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സമയം നമ്മുടെ 9:15 കേട്ടോ. കിഡില്ല സൺസെറ്റാണ് നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ച് നേരമായി ഒരു വണ്ടി പാരലായിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പരിചയമുള്ള ഒരു പുള്ളി, ഷിൻജോയ് എന്നാണ് പേര്. ഇടയ്ക്ക് നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഷിൻജോയുടെ വീട് ചിക്കാഗോയിലാണ്. അപ്പം നമ്മുടെ മുമ്പേ ഒരു ട്രക്കിൽ പോകുന്നുണ്ട്. അപ്പം ഷിൻജോയ് ഇപ്പോൾ ഫോണിൽ വിളിച്ചായിരുന്നു. അപ്പം മിക്കവാറും നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ, നമ്മുടെ ബ്രേക്കിന് നിർത്തണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രക്ക് സ്റ്റോപ്പിൽ ഒരുമിച്ച് നിർത്തി ബ്രേക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് ഷിൻജോയിനെ മീറ്റ് ചെയ്യുക, നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ, ചിക്കാഗോ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പണ്ട് നമ്മുടെ സാൻഡപ്പനെ മീറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, സാൻഡപ്പൻ വന്നത്, അവിടെ നമ്മൾ മോറിസിൽ നിർത്തിയപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഷിൻജോയിനെ കണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നതിൽ കൂടെ, അല്ല ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതിൽ കൂടെ ഒക്കെ വരുന്ന ആ ഒരു കണക്ഷൻസ് ആകണം. വളരെ നല്ല കാര്യമല്ലേ, എത്ര പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്നത്. എല്ലാം ഈ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യത്തോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത്. ബ്രോ ആണോ? പാർക്കിംഗ് ഉണ്ടോ? എന്നാൽ അങ്ങോട്ട് വരാം. ഞാൻ അവിടെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പയ്യെ നൈസ്. അടിപൊളി. അപ്പോൾ വേണ്ട, നമ്മുടെ അയോവയിൽ ഒരു കിടില റെസ്റ്റ് ഏരിയയിൽ 2 പാർക്കിംഗ് അടുപ്പിച്ചുണ്ട് കേട്ടോ. നമുക്ക് ഷിൻജോയ് അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് മീറ്റ് ചെയ്ത് ബ്രോ. ഇതാണ് ഷിൻജോയ്. ബ്രോ മൈക്ക് ഒന്ന് വെച്ചേരാ ബ്രോ, എന്തായാലും വർത്താനം പറഞ്ഞാൽ കിട്ടുമല്ലോ. ഒട്ടിച്ചാൽ മതിയോ? ഒട്ടിച്ചാൽ മതി. ഇനി എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്നലെ ഞാൻ ഇതുപോലത്തെ ഒരു വണ്ടി നമ്മുടെ കൂട്ടുകാരനെ ഓടിച്ചായിരുന്നു. അവരെ കണ്ടിട്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് വരുമായിരുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് ഈസ്റ്റ് വരുമായിരുന്നു. എന്നൊരു നമുക്ക് അവിടെ ഇരുന്ന് സംസാരിച്ചാലോ? ഒരു ആംബിയൻസും ആവും. ഞാൻ ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ വേണ്ട, ഇതാണ് നമ്മുടെ റെസ്റ്റ് ഏരിയയുടെ ലൊക്കേഷൻ കേട്ടോ ഇപ്രാവശ്യത്തെ. അപ്പം വണ്ടിയെല്ലാം നമ്മൾ സേഫായിട്ട് പാർക്ക് ചെയ്തു. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പ്രധാനമൊക്കെ പറയാം. ഇപ്രാവശ്യം നമ്മൾ വാഷിങ്ടൺ പോയിട്ട്, അതാണ് നിങ്ങൾ ഒറിഗോൺ അല്ലേ? ഒറിഗോൺ പോയിട്ട് വന്നത്? അതെ. അടിപൊളി. ഇപ്പൊ പറ്റുമ്പോഴൊക്കെ ഡ്രോൺ പറത്താറുണ്ട്, ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിട്ട്. നല്ല രസമാണ്, വ്യൂ മൊത്തം കാണുന്നുണ്ടല്ലോ. പിന്നെ ചിക്കാഗോയിലൊക്കെ എന്നാണ്ട് വിശേഷം? ചിക്കാഗോ നല്ല വിശേഷം. കഴിഞ്ഞ ദിവസം വടംവലി കാര്യം ചോദിച്ചെന്നായിരുന്നു. ഞാൻ വേറെ കാര്യം നിങ്ങൾ ഭയങ്കര വടംവലിക്കാരനായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു സമയത്ത്. അല്ല, നിങ്ങൾ ഇടയ്ക്ക് മറ്റേ എസ്റ്റസ് കൂടുതലും. അപ്പൊ ഇതെങ്ങനെയാ സെറ്റപ്പ്? ഇത് ഞങ്ങളുടെ കമ്പനി നമുക്ക് ഓരോ ആഴ്ചയിൽ ഓട്ടം. അപ്പൊ ഇവരുടെ എല്ലാം സബ് എടുത്തേക്കോ? കൂടുതൽ എസ്റ്റസാ. ഇപ്പൊ കുറെ R&L നമ്മുടെ കമ്പനി എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് നിങ്ങളെ ഈ ഡബിൾ ഇടയ്ക്ക് കണ്ടപ്പോ ഞാൻ എസ്റ്റസ് നിങ്ങൾ വേണമെന്ന് നോക്കൂ. വണ്ടി മാറി. ഇപ്പൊ റെഡ്, ഞങ്ങൾ കമ്പനി റെഡ് ഒക്കെ തരാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇത് ഓൾവോ അല്ല, ഏത് ഇയർ? ഇത് 2026 പുതിയ ബ്രാൻഡ്. അപ്പൊ വണ്ടി ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെ കാണാമല്ലോ. അതൊരു 1000 മൈലായുള്ളൂ. ഞാൻ ഇതുവരെ വോൾവോയുടെ അകത്ത് കണ്ടിട്ടില്ല. ഞാൻ വോൾവോയിൽ കയറിയിട്ടേ ഇല്ല. ഇത് 2 ആഴ്ചയേ ഉള്ളൂ കിട്ടിയിട്ട്. അടിപൊളി. നമ്മുടെ വണ്ടി ഏകദേശം ഒരു 9 ലക്ഷം മൈലായിരുന്നു. 9 ലക്ഷം മൈലായി. നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12-13 ലക്ഷം കിലോമീറ്റർ ആയി. 2026 വണ്ടി. ആ വണ്ടി 2024 വണ്ടി. 3 കൊല്ലം കൊണ്ട് അത് ഏകദേശം 9 ലക്ഷം മൈലായി. കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ ഏകദേശം 12 അതാണ്ട് വരും. അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഷിൻജോയ് ബ്രോയുടെ വോൾവോ. നമുക്ക് വോൾവോയുടെ അകത്തേക്ക് ഒന്ന് കാണാം. ഇതിന്റെ ഗ്രില്ല് എന്തായാലും ഇപ്രാവശ്യന്മാർ മാറി നല്ല അടിപൊളിയാണ്. പൊക്കം വെച്ച ഒരു നമ്മുടെ മറ്റേ കെൻവർത്തിന്റെ ഒക്കെ ലുക്കായി. വണ്ടി ഇരുന്നാണോ ആ ബോഡി, ആ ഒരു ലുക്ക് പോലെ. അതെ. വോൾവോയുടെ ലുക്ക് കംപ്ലീറ്റ്ലി മാറി. ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ അടിപൊളിയായി. ഇവിടെ മാത്രമുള്ള ലുക്കില് അകത്തൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയി. നമ്മുടെ ക്യാബിനറ്റ് ഒക്കെ കുറച്ചു. പിന്നെ ഏകദേശം ഒരു ഫ്രൈലൈനറിന്റെ ലുക്കായി. നമ്മുടെ ഡാഷ്ബോർഡൊക്കെ ഏകദേശം ഫ്രൈലൈനറായി. ഡോറും എല്ലാം. എനിക്ക് ലുക്കില് വൈസ് ഫ്രണ്ട് മാത്രമേ ഇഷ്ടമുള്ളൂ ഇതിന്റെ. ബാക്കി ഇൻസൈഡൊക്കെ
ഓക്കെ അത് കയറിയാലോ? കയറാം. ഓ പൊളി ക്ലീൻ വണ്ടിയാണല്ലോ. അടിപൊളി. ഫുഡോ ഫുള്ള് ലക്ഷറി സെറ്റപ്പാ കേട്ടോ. നമ്മുടെ ശരിക്കും ഒരു നല്ല പ്രീമിയം കാറിന്റെ അകത്ത് കയറുന്ന ഫീല് അല്ലേ? ആ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഫുള്ളുണ്ട്. ഇത് ഓർഡർ ഇതെല്ലാം മാറി. ഇതൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഫ്രൈലൈനറിന്റെ ലുക്ക് ഉണ്ട്. ഇതൊക്കെ ഡാഷ്ബോർഡൊക്കെ പണ്ട് ഓർക്കുന്നുണ്ടോ? ഇത് ഫ്രൈലൈനറിന്റെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ അതെ അതെ. പണ്ടത്തെ വോൾവോ സ്ട്രൈറ്റ് ആയിരുന്നു. ആണോ? ഞാൻ വോൾവോയിൽ ആദ്യമായിട്ട് കയറണേ. ആണോ? ഓക്കെ ഓക്കെ. വോൾവോ അങ്ങനെയായിരുന്നു. ഓ ശരി. ഇതെല്ലാം മൊത്തത്തിൽ മാറി, ഷേപ്പൊക്കെ മാറി. ഇത് കൺസോളെല്ലാം മറ്റേ ഇതായി, ഡിജിറ്റലായി. മറ്റേ മൊത്തം ഇതായിരുന്നു. നിങ്ങൾ ELD ഏതാ ഉപയോഗിക്കുന്നത്? ഞങ്ങളെ സംസാര. ഈ വോൾവോ ഓടിച്ചവര് എല്ലാവരും വോൾവോ ഫാൻസ് ആണല്ലോ, ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കംഫർട്ടിന്റെ കാര്യത്തില്. നമ്മൾ പഴയ വണ്ടിയിലാണ് നമ്മൾ കുറച്ചുകൂടെ ഫാൻ. ഇതിലത്രയും ആയി വന്നതേ ഉള്ളൂ. ഇതിപ്പോ 10 കഴിഞ്ഞേ ഉള്ളൂ, 15 ആയി. 3 ആഴ്ചയായുള്ളൂ കിട്ടിയിട്ട്. ബ്രോ ഏതൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്? ഞാൻ ഫ്രൈലൈനർ ഓടിച്ചിട്ടുണ്ട്, വോൾവോ ഓടിച്ചിട്ടുണ്ട്, മാക്ക് ഓടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ബ്രോ എല്ലാം എനിക്ക് ഇഷ്ടം വോൾവോ തന്നെയാണ്. വോൾവോ തന്നെ. ഇപ്പൊ എന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഇത് വെയിറ്റ് ബെൽറ്റ് ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇതിലും കംഫർട്ടാണ് അതെന്ന് പറഞ്ഞു. ആണോ? എന്നാ വോൾവോ ഓടിച്ചവരല്ല എന്നോട് പറഞ്ഞേക്കുന്ന അത് ഓടിച്ചിട്ടും പീറ്റർ ബെൽറ്റ് ഓടിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് എന്റെ കൂടെ ഓടിച്ചിരുന്ന ജോമെറ്റ് ബൈ ഇത് ഓടിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞ വോൾവോ പുള്ളിക്ക് ഇത് നല്ല സുഖമാണ് വണ്ടി ഓടിക്കാനും വീശാനും എല്ലാം നമുക്ക് നല്ല കംഫർട്ടാ. ഫ്രൈലൈനർ എന്നൊക്കെ പറയുമ്പോ തന്നെ ചുമ്മാ ഒരു രക്ഷയില്ല. ഇതിന്റെ പാർക്കിംഗ് ബ്രേക്ക് മറ്റേ സ്വിച്ച് അല്ലേ? ഇപ്പൊ നമ്മുടെ പുതിയ ഫ്രൈലൈനറിൽ ഇതാണല്ലോ സംഭവം. ഒച്ച പോലുമില്ല, അടിക്കുന്ന സൗണ്ടൊക്കെ ഇല്ലേ? ഇതിപ്പോ അതൊന്നുമില്ല. ഓ അറിയത് പോലും നമ്മൾ അറിയൂല ഇത് വലിച്ചിട്ടുണ്ടോ. ഓക്കെ, ഇത് അപ്ലൈഡ് ആണെങ്കിൽ ലൈറ്റ് കളി. പിന്നെ ഇതിപ്പോ പാസഞ്ചർ ഇറങ്ങിയാൽ പോലും ഇത് ഓണാവും, ഓട്ടോമാറ്റിക്കലി ഓണാവും. ഓ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും. ഡോർ തുറന്നാൽ അത് നേരത്തെ ഇത് മാത്രമേ ഉള്ളായിരുന്നു. അല്ല മറ്റേത് വരത്തില്ലായിരുന്നു. ഇതിലിപ്പോ 2 ഡോർ തുറന്നാലും ഇത് അപ്ലൈ ആവും. അപ്പൊ ഈ മറ്റേ ഡോർ തുറന്ന് റിവേഴ്സ് ഇടുന്നവർക്കൊന്നും പറ്റിയല്ല. ചിലരുണ്ടല്ലോ പുറത്തിറങ്ങി അത് നടക്കത്തില്ല. കൂട്ടുകൃഷിന്ന് വിളിച്ചോട്ടെ പുള്ളി ഒന്ന് ഇടയ്ക്ക് എഴുന്നേക്കുന്ന സമയമായിട്ടുണ്ട്. ബ്രോ ഒരാളെ പരിചയപ്പെടാം. സോറി ഉറക്കത്തിലായിരുന്നു. ഞങ്ങള് കറക്റ്റ് റൂട്ടിൽ കൂടെ പോയപ്പോഴാ ബ്രോ സൈഡിൽ കണ്ട പോലെ പുള്ളിനെ പിടിച്ച് കൈ കാണിച്ചു. നാട്ടില് പേരും കൂടെ ജോയൽ, പത്തനംതിട്ടക്കാരൻ ജോയൽ. പത്തനംതിട്ട എവിടെയാ ബ്രോ? റാന്നിയില്ല ഞങ്ങളുടെ വീട്. എന്റെ കെട്ടികളുടെ വീട് തിരുവല്ല അടുത്ത് ഇടിഞ്ഞില്ല. എന്നെ ആണോ? ഓ അത് ശരി അത് ശരി. ശരി ശരി. അവരുടെ വൈഫിന്റെ വീടിന്റെ അടുത്താണ് എൻ്റെ ഒരു കസിന്റെ വീട്. അപ്പൊ അതും വീഡിയോയിൽ കണ്ടപ്പോൾ പറഞ്ഞു പുള്ളി ഇവിടെയാണ്, ദുബായിലാണ്. മറ്റേ വണ്ടി ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആയിരുന്നു. അത് ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഓടിച്ചിട്ടില്ല. ഇതിപ്പോ നമ്മൾ കാർ ഓടിക്കുന്നവർ ഇങ്ങനെ ഓടിക്കാം, നിർത്തിയിടുന്ന വണ്ടി. ഇത് ഇരിക്കണ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായി. അതാണ് ജോമറ്റോ എപ്പോഴും പറയാറില്ല. ആ സ്റ്റിയറിംഗ് ഭയങ്കര സുഖമാണ്. അതുകൊണ്ട് ആ വണ്ടി വിട്ടു കൊടുക്കാതെ. ആ വണ്ടി 8-9 അടുത്തായപ്പോ അവര് ചോദിച്ചു മാറണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് മാറിയതാ, അല്ലെങ്കിൽ ഞങ്ങളത് കീപ്പ് ചെയ്തത്. ശരി. പക്ഷെ ഈ വണ്ടി അത്രയും നമുക്ക് പുതിയൊരു 10 മാക്ക് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സീറ്റും നല്ല കിടിലൻ സീറ്റ്. പിന്നെ നല്ല അല്ല, ഇത് സാധാ തുണിയാ. പക്ഷെ ഇതിന്റെ ചൂടെ ഫുൾ ഓപ്ഷൻ ആണ്. ഇത് ലെതറും ഇതിനകത്ത് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്, വോൾവോ എന്നൊക്കെ എഴുതി. പഴയതെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ക്യാബിൻ അല്ലായിരുന്നു. ഇവിടെ ഫുൾ ഇങ്ങനെ ഡ്രോയും എല്ലാം കൂടെ ഒന്നിച്ചൊറ്റ ഓർമ്മയായിരുന്നു. പൊക്കത്തില്ല. ഇത് അങ്ങോട്ട് ചെരിവ് കുറവായിരുന്നു. ഇതിപ്പോ ആ 2 സീറ്റും കുറെ ചെരിയും. ശരി. പിന്നെ ഫ്രിഡ്ജ് ആണെങ്കിലും ചെറുതായി. ആണോ? ഇതാണ് വോൾവോയുടെ ക്യാബിൻ അല്ലേ? അത് ശരി. ഫ്രിഡ്ജ് ആണെങ്കിലും പഴയ ഫ്രിഡ്ജ് ഇതിലും വലുതായിരുന്നു, ചെറുതായി ഇപ്പോ. ഇതിലും വലുതായിരുന്നു അല്ലേ പഴയ? അപ്പൊ ഇവിടെ സ്പേസ് ആയി. ഇപ്പം
പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഒട്ടും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഇതുണ്ട് ഇവിടെ സീറ്റിന്റെ ഇതിന്റെ ഇതുകൊണ്ട് ഈ ഇടയൊന്നും ഒട്ടും ഇല്ലായിരുന്നു. അവിടെ ഇപ്പം നല്ല സ്പേസ് ആയി. അപ്പോൾ അതൊന്നും ചെറുതായി. അതിൻ്റെ വ്യത്യാസമുണ്ട്. മനസ്സിലായി. അടിപൊളി, കൊള്ളാം. പിന്നെ മറ്റേ പുതിയ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടെന്ന് മാത്രം. അത് ഉറങ്ങാനൊക്കെ നല്ല അടിപൊളി, നല്ല സുഖം. അടിപൊളി. അപ്പൊ എന്തായാലും രണ്ടുപേരെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾക്കും വിട്ടോട്ടെ. അപ്പൊ ശരി, കാണാം, ഇടയ്ക്ക് കാണാം. കൈ കാണിച്ചതിന് ഒത്തിരി താങ്ക്സ്. നമ്മളെല്ലാവരും ഇങ്ങനെയാ പിടിക്കുന്നത്. ഓക്കെ, യൂട്യൂബ് വിട്ടോട്ടെ എന്നാ. ശരി. ഡോറൊക്കെ ആണെങ്കിലും നീറ്റ് ഡോറാട്ടോ. ഇതൊക്കെ നമ്മുടെ കാറിൻ്റെ അകത്തുള്ളതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റ് യൂറോപ്യൻ കാറിൻ്റെ ക്വാളിറ്റി. അപ്പോൾ എന്തായാലും ഷിൻജോയിനും ബ്രോനെയും കണ്ടത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി, നല്ല സ്നേഹമുള്ള പിള്ളേരാട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഒക്കെ കാണിച്ച് അല്ലെ, ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ അയച്ച് നമ്മുടെ വീഡിയോസിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാ. ബ്രോ എവിടെയാ? അടിപൊളി. ഇത് നമ്മുടെ സ്റ്റിജിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വീട്ടുകാരനാണ്. നമ്മുടെ കാനഡയിൽ വണ്ടി ഓടിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റിജിലിനെ. ഇൻസ്റ്റാഗ്രാം ഹീറോയാണ്. അതെ 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 അതെ. ഞാൻ ട്രേസിലേക്ക് വരുവാ. എന്നാ ഓക്കെ ബ്രോ, ശരി, ആയിക്കോട്ടെ. ഓക്കെ.